6 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ. പക്ഷെ നിങ്ങളിത് ഫുള്ള് കേൾക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് നമ്മളൊന്ന് പോവാം. ഇപ്പോഴത്തെ തലമുറയിലെ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തുന്ന സത്യം ജാസി, ആണേതാ പെണ്ണേതാന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കണ്ടാൽ മനസ്സിലാകുന്നില്ല. ആൺകുട്ടികൾ കണ്ടാലും മനസ്സിലാകുന്നില്ല. ഇത് സംസാരിക്കുന്ന ആരും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ആണും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് സ്ത്രീയാണെന്ന് തോന്നട്ടാ. ഞാൻ എന്ത് പറയാം. അത് ബാക്കി കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. പിന്നെ കേട്ടോ പെണ്ണുങ്ങൾ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പോയിക്കട്ട കടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടി നടക്കുന്നുണ്ട്. നമ്മളെ മുസ്ലിം മതം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മോള് തല മറക്കണ്ടേ? ഞാൻ മുസ്ലിം ആയിരുന്ന വ്യക്തിയാണ്, പക്ഷേ ഇപ്പോഴല്ല. സംസാരിക്കുന്നത് ആ പെൺകുട്ടിയാ. ഇന്റർവ്യൂ നടക്കുന്ന ആ പെൺകുട്ടി മുമ്പ് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല എന്ന്. നല്ല ആളും ഇത് ജാസി കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു. പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത്. ഇത് കല്യാണത്തിന് മുമ്പേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാരുടെ ജീവിതം പോകില്ലായിരുന്നു തോന്നിയിട്ടുണ്ട്. കണ്ട, ശരി തന്നെയല്ലേ ജാസി ചോദിച്ചത്. ഇത് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ പിന്നെ ജീവിതം പൂട്ടിയിലല്ല. ഇനി ബാക്കി കേൾക്കട്ടോ. ഇത് കാര്യമായ വാക്കാണ് ഇതിൽ ഈ വരുന്നുള്ളതിൽ. ഷോപ്പ എന്ത് വാക്ക് എന്നറിയോ? ആരും ചിരിക്കരുത് കേട്ടോ, തട്ടി മാറ്റി പോകരുത്. ശരിക്കും സത്യത്തിനും കേൾക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ജാഷിനെ പറ്റി എന്ത് വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ കേൾക്ക്. പിന്നെ ഈ UDF ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കേട്ടിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര വരുമോ? ആ ഇരുത്തത്തിൽ കൊടുക്കണം. ആ ഇരുത്തത്തിൽ നല്ല നേതാക്കന്മാരോടെല്ലാം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്നിട്ട് പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് നിർബന്ധമായിട്ടും കിട്ടണമെന്ന് വീണ്ടും ഒന്ന് കേൾപ്പിക്കാതെ. പിന്നെ ഈ UDF ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കേട്ടിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര വരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പണ്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഞാൻ അടക്കും. തീർച്ചയായിട്ടും ജാസി, നീ എന്തായാലും പ്രതിഷേധം നടത്തണം. നീ എന്നല്ലേട്ടാ, നിങ്ങൾ പിന്നെ എന്തായാലും പ്രതിഷേധം നടക്കുന്നത്. നിങ്ങൾക്ക് അർഹതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കണക്കല്ല ജാസി, നിങ്ങൾക്ക് അർഹത. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, നമ്മൾ ഡയറക്റ്റ് ഒന്നും കണ്ടിട്ടുണ്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ജാസിൻ്റെ നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് അർഹതയുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ എന്തായാലും പിന്നെ പ്രതിഷേധം നടത്തണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് അർഹതയുള്ളതല്ലേ. അപ്പൊ കേൾക്കാം. നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവരും കൂടെ ഒരു ടൂർ പോകണം അല്ലേ? ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള പ്ലാൻ. ഗവിയിലേക്ക് ടൂർ പോകാൻ ജാസി തന്നെയും കൂട്ടാണ് ജാസിയാവോ. കാരണം വെച്ചാൽ നമുക്കൊന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകണം ജാസിയാവോ. അങ്ങനെ ആക്കിയിട്ട് പോകണം ജാസി. നിങ്ങൾ ആരും കുറ്റം പറയാൻ പാടില്ല ജാസി ഇപ്പോൾ സ്ത്രീയാണ്. കുറേ മുമ്പ് ഞാൻ കൈപ്പം പുറത്തിന് പിന്നെ പ്രസവിക്കാനായി എന്നെല്ലാം ചെല്ലിയിട്ടുണ്ടായിന്. പക്ഷെ ഇപ്പോൾ ജാസിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കുമുള്ള സ്ത്രീയാണ് ജാസി. ഇത് UDF ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നിങ്ങൾ മുഖ്യമന്ത്രിനെ തീരുമാനിച്ചില്ലെങ്കിലുണ്ടല്ലോ, അതിനും ജാസി ചിലപ്പോൾ സ്ത്രീ എന്നതിലേക്ക്. അപ്പോൾ ജാസി ഒരിക്കലും ഒരു പ്രകടനം നടത്താൻ പോയിട്ട് അമ്മച്ച് ജാസി നടന്നാൽ പിന്നെ സംഘടനയിൽ നിന്ന് ഓടിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ബാക്കി കേൾക്കാം. ഗവിയിൽ അടിച്ചു പൊളിക്കാൻ റൂമെല്ലാം തരുമായിരിക്കല്ലേ? എന്ത് ജാസിന്റെ വീഡിയോ ഇല്ലേ? ഇതാദ്യമായിട്ടാണ് ജാസി എന്തെങ്കിലും ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയും അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയും. പക്ഷെ ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ജാസിൻ്റെ വായിൽ നിന്ന് കിട്ടി. ഞാൻ അങ്ങനെ BJPക്ക് 3 സീറ്റ് കിട്ടും ഞാൻ വിചാരിച്ചിട്ടെങ്കിൽ പോയിട്ടാണ്. ബാക്കിയൊക്കെ കിട്ടിയതിൽ എനിക്ക് സങ്കടം ഉണ്ട് എന്ന് പറയാൻ പോയത്. പക്ഷേ ആരെങ്കിലും ട്രോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ജാസി അതിന് നല്ല നൈസായിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടായിട്ട് ജാസി പറഞ്ഞ് ഞങ്ങൾ സർക്കാർ പോയാൽ ഞങ്ങൾക്ക് വിഷയം. ഞാൻ പക്ക സഖാബ്ദി എന്നല്ല പറയല്ലേ, സഖാബുദ്ധി. അതെങ്ങനെ? കാരണം വെച്ചാൽ BJPക്ക് ഇന്ന് കേരളത്തിൽ 3 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക്
സന്തോഷമുണ്ടാകും. കാരണം വെച്ചാൽ കേരളത്തിൽ ഒരു സീറ്റും ഇല്ലാത്തടത്തു നിന്നാണ് BJP 3 സീറ്റ് വന്നത് ജാസി. അത് മനസ്സിലാക്കണം. അവിടെ ആര് വോട്ടിട്ടു ആര് വോട്ടിടാത്തൊന്നുമല്ല പ്രശ്നം. പക്ഷെ BJP 3 സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അഭിമാനം തന്നെ. അത് പിന്നെ നീ പിന്നെ പറഞ്ഞിട്ട് കാര്യം സോറി കേട്ടാ നിങ്ങൾ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതാവുന്നുള്ളത്. കാരണം നോർമലി ചില ഭാഗങ്ങളിലൊക്കെ ഈ BJP വന്നതിന് ഭാഗങ്ങളിലൊക്കെ BJP പോയി തോറ്റല്ലോ. അവിടെ വേറെയുള്ള പാർട്ടികളെല്ലാം ജയിച്ചത്. അതുപോലെ ഇപ്പൊ അതേടെ ഇപ്പം BJP വന്നിടത്തെല്ലാം തോറ്റ് ഇതാക്കിയിട്ടുണ്ടെന്ന്. BJP അവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ. ഓ രാജഗോപാൽ സാർ മുമ്പ് ജയിച്ചിട്ട് MLA ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളെ സുരേഷ് ഗോപിയും. അതിൽ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമ്മൾ ജാസിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കാം. അവരെ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അടുത്ത വർഷം കുറയാനും കൂടാൻ 2 ചാൻസ് ഉണ്ട്. കൂടിയില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്നത് കുറയാനും കൂടാനും ജാസിനെ സമ്മതിക്കണം അല്ലേ? എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ഇപ്പൊ അവിടെ മാർക്സിസ്റ്റ് ഭരിച്ചപ്പോഴും അങ്ങനെ തന്നെയല്ലായിരുന്നു. വലിയൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോ പുതിയ UDF ഭരണം എങ്ങനെയുണ്ടെന്നും നോക്കി കാണാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ആരായിരിക്കും പുതിയ മുഖ്യമന്ത്രി? പേഴ്സണലി എനിക്കിഷ്ടം കുറച്ചും കൂടെ നല്ലത് VD സതീശൻ സാർ വരുന്നതാണെന്നാണ്. കണ്ട ജാസി പറഞ്ഞാണ്ട എന്ത് പാർട്ടിക്കാരനായിക്കോട്ടെ ജാസി VD സതീശൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാം. അപ്പോൾ കോൺഗ്രസിൻ്റെ എൻ്റെ UDF പ്രവർത്തകരെ നിങ്ങൾ മനസ്സിലാക്കാം. ജാസി പോലും UDF ഒരു സെലിബ്രിറ്റിയാണ് ജാസി. ഈ സെലിബ്രിറ്റി വരെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട UDF VD സതീശൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും വേറെ KC വേണുഗോപാലിനോ ആണെങ്കിലും മറ്റേ ആളാര് നമുക്ക് പേരല്ല രമേശ് ചെന്നിത്തല ഓർക്കാണെങ്കിലും മുഖ്യമന്ത്രി ആക്കണ്ട കേട്ടോ. നമ്മൾ ജാസി പറഞ്ഞതുകൊണ്ട് എന്ത് നിർബന്ധമായിട്ടും VD സതീശൻ സാറിന് മുഖ്യമന്ത്രിയായിട്ട് വരണം. കേക്ക് ഇപ്പോഴത്തെ തലമുറയിലെ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികളെ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസ് നമുക്ക് സംസാരിച്ചതായിരുന്നില്ലേ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നില്ലേ? ബോയ്ക്കട്ട കടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടി നടക്കുന്നുണ്ട്. നമ്മളെ മുസ്ലിം മതം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ മോള് തല മറക്കണ്ടേ? അപ്പൊ ജാസി മുസ്ലിം അല്ലേ? ഒരിക്കൽ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ചെറിയ ഷോർട്ട് ഇട്ടിട്ടൊന്നും നടക്കാനുള്ള ആഗ്രഹമില്ല. ഞാൻ ഫുള്ളൊരു മറിഞ്ഞു കിട്ടിയിട്ട് ഒരു മുസ്ലിമിൻ്റെ ഇതായിട്ട് നടക്കാൻ. എന്താ ജാസി താങ്കൾ പറയുന്നത്? ഇപ്പോഴല്ല. ജാസി കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു. പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത്. ഇത് കല്യാണത്തിന് മുമ്പേ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാരുടെ ജീവിതം പോവില്ലായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇങ്ങനത്തെ വണ്ടി കയറിയുമ്പോൾ മോൻ കയറ്റി വെച്ചിട്ടല്ലേ എന്ത് സംഭവം? മോൻ കയറ്റി വെക്കൂ. അശ്വതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അശ്വതി ആഹാ ആരാ പറഞ്ഞു? കഴിഞ്ഞ വർഷം നോക്കി വേണ്ടി കംപ്ലൈന്റ് ആരോ പെണ്ണിനെ കമന്റ് അടിച്ചാല് ജാസിക്ക് ചൊടി വന്നിട്ടാ. ജാസി ചൊടി വന്നിട്ട് ചെയ്ത കണ്ടിന്നെ ഡോർ തുറന്നിട്ട് ഒരു ബേർത്ത് വന്ന് ജാസി ചെയ്യല്ലേട്ടാ. ഓ പകരത്തിന് വരെ നോക്കിയേക്കാല്ലേ? അശ്വതി പറയും ഫുൾ ടൈം ചോളം ഇപ്രാവശ്യം ഭർത്താവിനെ നോക്കിയിട്ടൊന്നുമില്ല. വേറെയുള്ള കാര്യത്തിൽ പകുതി വരെ ആൾക്കാരെ നാണം കെട്ടാൻ വേണ്ടിട്ട്. ആശിനെ ചെയ്തത് ശരിയല്ല കേട്ടോ. ആൾക്കാരിപ്പോൾ നാണം കെടുത്തിയില്ല. ഇപ്പോൾ ജാസിനെ ആരും നാണം കെടുത്തിയിട്ടില്ല. ഇപ്പതാ എന്തൊക്കെ കൂടിയിട്ട് പിന്നെ ഞാൻ എല്ലാവരും പെണ്ണുങ്ങളെ ബേക്കിൽ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അങ്ങനെ എന്റെ പ്രതികാരം കാണുള്ളൂ. വേറെ കാര്യത്തിൽ പ്രതികാരം കാണില്ലല്ലോ. പ്രതികാരം തീർത്തത് പിന്നൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെ പുറത്തിറങ്ങി. അപ്പൊ ശരി, താങ്ക് യു. അപ്പോൾ കണ്ടില്ലേ? അപ്പം ജാസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ ഓരോ സ്റ്റൈൽ പറയുന്ന സ്റ്റൈലുണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ജാസി.